വളരെ ശ്രദ്ധേയമായ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുകയാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടെ ഒരു മൈക്രോ സെക്കൻഡ് പോലും ആവശ്യമില്ലാതെ ആയി പോകരുത്, സമ്പൂർണമായി ഉപകാരമുള്ള ഒരു സംഗമമായി ഇത് മാറണം എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കും. അപേക്ഷയായി സദസ്യരോട്, ഓഡിയൻസിനോട് നല്ല ബോധമനസ്സോടെ അപാരമായ ചിന്തയോടെ സാംശീകരണ ശക്തിയോടെ പകർന്നു നൽകാനുള്ള ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ജീവിതത്തിന് കരുത്ത് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇവിടെ ഇരിക്കണം എന്നൊരപേക്ഷ മാത്രമാണുള്ളത്. ഹിദായത്ത്, അസർ നമസ്കരിച്ചു, നമ്മളൊക്കെ ചോദിച്ചു അല്ലാഹുവോട്, നല്ല ഹിദായത്ത് തരണേ, ഹിദായത്തിന്റെ വഴിയിലൂടെ നടത്തണേ. വല്ല പറഞ്ഞു, ശരി, കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഞാൻ അവതരിപ്പിച്ച ദീന് കേൾക്കണം. കേട്ടാ മാത്രം പോരാ, അതിലേറ്റവും നല്ലത് പിൻപറ്റാൻ നീ തീരുമാനിക്കണം. എങ്കിൽ നിനക്ക് ഹിദായത്ത് തരും. വല്ലാത്തൊരു ഓഫർ. നമുക്ക് ആ വാചകം ഒന്ന് കേട്ടു നോക്കാം. അള്ളാഹുവിന്റെ ഗ്രന്ഥം 39-ാമത്തെ അധ്യായം 17-18 വാചകമാണ്. വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത, ദുഃഖവാർത്തയല്ല. എന്റെ അടിമകളിൽപ്പെട്ട ശ്രദ്ധാലുക്കളായ സ്ത്രീ പുരുഷന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന, അവരൊരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്. എന്താ അവരുടെ ക്വാളിറ്റി? ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണ്? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കും. അവർ ബഹളം ഉണ്ടാക്കില്ല, ആർക്കും ഒരു ശല്യാവില്ല, അവരുടെ മൊബൈൽ റിങ് ചെയ്യില്ല. 1400 വർഷം മുമ്പല്ല പറയാൻ, ഷോൾഡറിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ഷോൾഡറിൽ ചരിച്ചിട്ട് അത് പാറിപ്പോകുന്നതിനെ അപരാധമായി കണ്ട ഒരു ജനത. അപ്പൊ അല്ല പറയാണ്, അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാ മതിയോ? പോരാ. ഫയത്തബിയൂന അഹ്സനഹു, അതിലേറ്റവും നല്ലത് പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാലോ, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്ക് ഞാൻ ഹിദായത്ത് കൊടുക്കും. ചേർന്നില്ല. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. ആരാണ് ബുദ്ധിയുള്ളവർ? വളരെ സൂക്ഷ്മമായി കേട്ടു എന്നതുകൊണ്ട് എല്ലാം വിഴുങ്ങാൻ അവർ സന്നദ്ധരല്ല. ശരിക്കും മനസ്സിലാക്കണം, അതിലേറ്റവും നല്ലത് എന്താണ്? ഈ അഹ്സൻ ഖുർആനും സുന്നത്തുമാണ്. അത് കേട്ടിട്ട് അതിലേറ്റവും ഉത്തമമായതുണ്ടല്ലോ, ഉത്തമമായത് ഈ ദീന, അത് കേട്ട് അത് പിൻപറ്റിയാൽ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകും. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. ആദ്യത്തെ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. അല്ലദീന യസ്തമിഊനൽ ഖൗല, യസ്തമി, നോക്കൂ, യസ്തമി, ഇതേ വാചകം ഹീബ്രുവിലുണ്ട്. ചെറിയ വ്യത്യാസത്തോടെ, ശബ്ദത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളൊന്ന് കേട്ടെ. ഷമ്മ, ഷമ്മ ഹീബ്രുവാണ്. ഷമ്മ ഇസ്രായേല, ഇസ്തമിയ
നോക്കിയേ, അതിന്റെ ആ പദാവലിയുടെ ആ അക്ഷരങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടല്ലോ, അതിന്റെ തുടക്കം ഷമ്മ ഇസ്രായേല അഡോണായ എലോഹിം അഡോണായ. ഇസ്രായേൽ സമൂഹമേ ശ്രദ്ധിച്ച് കേൾക്ക്, നിങ്ങളുടെ സമുദായം ഏക സമുദായമാണ്, നിങ്ങളുടെ പടച്ചോൻ ഏകനാണ് എന്നാണ് ആ പറയുന്നത്. ഇതേപോലെ ആ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ എത്ര മനോഹരമായ. അവിടെ ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണൻ അർജുനോട് പറയാൻ എന്റെ വചനം നീ ശ്രദ്ധിച്ച് കേൾക്കണം, ഇസ്രായേലേ ശ്രദ്ധിച്ച് കേൾക്കണം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ദുരിബമസലും ഫസ്തമീഉ ലഹു. ഞാനിതാ ഒരു ഉദാഹരണം പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മൂസാ നബിയെ തൂരി സീനാ പർവ്വതത്തിൽ വിളിച്ചപ്പോ എന്തേ റബ്ബ് പറഞ്ഞത്? ഫസ്തമീഉ ലിമാ യൂഹാ. മൂസ, ഞാൻ നൽകുന്ന വെളിപാടുകളെ നല്ലവണ്ണം കേൾക്കണം. കാരണം എന്താ? ഭാര്യ കൂടെ ഉണ്ട്. ഭാര്യ എവിടെയുള്ളത്? താഴെയാണ്, തുവാത്തായിവരയുടെ അവിടെ നിൽക്കുകയാണ്, ഭാര്യയുണ്ട് കൂടെ. നമ്മൾ സാധാരണ ഭാര്യനെ റോഡിന്റെ അപ്പുറം നിർത്തി ഇപ്പുറത്തെ ഷോപ്പിൽ വന്ന് സാധനം വാങ്ങുമ്പോൾ നല്ല ഭർത്താവ് നോക്കൂ, അവളെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, അവിടെ സുരക്ഷിതയാണോ. മൂസാ നബി മുകളിൽ നിൽക്കുകയാണെങ്കിലും ശ്രദ്ധ തായോട്ടാണ്. അപ്പൊ അള്ളാഹ് പറയുന്നത് പോരാ, അത് തൽക്കാലം മറന്നേക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാം മറക്കുകയാണ്. ഈ മഹാ തൗഹീദിന്റെ കേന്ദ്രം ഇൻഷാ അല്ലാഹ് ഇവിടെ ഉയരും. ഇവിടെ തന്നെ ഈ പ്രോഗ്രാം വെക്കണം. എന്തിനറിയോ? നമുക്ക് ഇങ്ങനെയൊക്കെ വളരാനുണ്ട്, ഇതിനെയൊക്കെ വളർത്താനുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ഓർക്കും, ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോ ഇതാരാ വളർത്തേണ്ടത്? നിങ്ങൾ തന്നെ. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കോട്ടയത്തുകാര് നിങ്ങൾക്ക് വീടുണ്ടാക്കി തന്നിട്ടുണ്ടോ? അവരെ ചെലവില് ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കൈവന്തിച്ചേ. ബാലുശ്ശേരിയിൽ നിന്ന് മുജാഹിദ് വന്ന് ആലുവയിലെ പെരുമ്പാവൂരിൽ ഏതെങ്കിലും ഒരു ബഷീറിന് എന്റെ ചെലവിൽ ഞാൻ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ കാർക്കുറിച്ച് ഞാൻ ഉണ്ടാക്കിയതാ, അതിൽ കാറും ഉണ്ട്. ആരെ ഉണ്ടാക്കി? കാർക്കുറിച്ച് ഞാൻ വില കൊടുത്ത് ഉണ്ടാക്കിയാണ്, കാറും റൊക്കം പൈസ കൊടുത്ത് വാങ്ങിയാണ്. ആഹാ, അപ്പൊ 11 ലക്ഷത്തിന്റെ കാറ് വാങ്ങാൻ പൈസ ഉണ്ട്. അള്ളാന്റെ പള്ളിക്കോ എന്താ ഉള്ളത് കയ്യില്? അതിൽ നിന്ന് 1 ലക്ഷം. ഇവിടെ 200 ആള് ആണോ? 1 ലക്ഷം ഒരു ഫാമിലി, 1 ലക്ഷം ഒരു വീട്ടുകാര്. പണത്തിനായി മനസ്സ് ശരിയായിട്ടില്ല, മനസ്സിന്റെ പിശുക്ക് മാറിയില്ല. അപ്പൊ ഇതൊക്കെ കാണണം. എന്നിട്ടോ ഇബ്രാഹിം 2 നബിമാരാണ് കെട്ടിടം ഉണ്ടാക്കുന്നത്. പള്ളിയിലെ ഖത്തീബ് ചെങ്കല്ലെടുത്ത് വെച്ച് കെട്ടുക ഉണ്ടാവോ? അതെടുത്ത് ഇതെടുത്ത് ഓനാരാ? ഓ പ്രസിഡന്റാ. എന്നാ പ്രസിഡന്റിന് സിമെന്റിന്റെ ചാക്ക് തലയിലെടുത്തൂടെ? ഞാൻ ചോദിക്കുന്നത്, എവിടെ ഇരിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും 2 ചാക്ക് സിമെന്റ് എടുത്താൽ ആ ലേബർ കൂലി കുറഞ്ഞോ? ആഹാ, അതിനൊന്നും ഞങ്ങൾ പറ്റൂല മൗലവി. ഞങ്ങളിവിടെ ഇൻസൈഡൊക്കെ ചെയ്ത് വെള്ള തുണി കുപ്പായൊക്കെ വടിവെത്ത് ഇങ്ങനെ നിൽക്കില്ലേ, അയാൾക്ക് ഇതെടുക്കും. ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ? പക്ഷെ വസ്തുതയല്ലേ, വസ്തുതല്ലേ ആണ്. ഇബ്രാഹിം നബിയാണ് മോനെ കല്ലിങ്ങെടുത്തു അറിയുന്നത്. എന്നിട്ട് ഇസ്മായിൽ നബി കല്ല് കയറ്റി കൊണ്ടുവരിക. അവിടെ വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്താ അത്ഭുതം എന്നറിയോ? അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ അത്ഭുതം ഉണ്ടാവും. അത് ഇവിടെ ഉണ്ടാവും. നോക്കിയോ, ഞാൻ എന്റെ പ്രസംഗം അവസാനിക്കുമ്പോ അത്ഭുതം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആ അത്ഭുതം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അങ്ങനെ ഉണ്ടാവാം. ഇനി കേട്ടോ, കഅബാലെ കല്ലിങ്ങനെ കൊണ്ടുകൊടുത്ത് കല്ലിങ്ങനെ വെച്ചു, താഴെ വെച്ചു, പടുത്തൂരൊക്കെ ലെവൽ ചെയ്തു, ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഒന്ന് തൽക്കാലം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളിട്ടോ. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു, ഒക്കെ ക്ലിയർ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് കൈ കുറച്ചുകൂടെ ഉയർന്നു, അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ഉയർന്നു, നിന്നു. അടുത്ത സ്റ്റെപ്പ് പോണം. അതിന് എന്ത് വേണം? ഉയരം വേണം. ഉയരം വെക്കാൻ വേറൊന്നുമില്ല, കല്ല് മാത്രമുണ്ട്. അപ്പൊ അതൊരു പദ്ധതി ഉണ്ടാക്കി. ഇതാർക്ക് വേണ്ടിയാ ഈ ഭവനം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൂറത്തെ ആൽ ഇംറാനിലെ 96 എന്താ?
സൂറത്ത് ആൽ ഇംറാനിലെ 96 പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം ദൈവിക ദൃഷ്ടാന്തപ്പെട്ടാണ്. ഒരു കല്ലെങ്ങനെ ദൃഷ്ടാന്ത? ഇബ്രാഹിം നബി കേറിയുകൊണ്ട് മാത്രമല്ല, പഠിച്ചിട്ടില്ല, ഇമാം ബുഖാരി വായിച്ചാൽ മതി. ആ കല്ലെങ്ങനെ ദൃഷ്ടാന്തായത്? ഇബ്രാഹിം നബി നിന്ന സ്ഥലം ദൃഷ്ടാന്തായത് എങ്ങനെ? ഇസ്മായിൽ നബി താഴെന്ന് കല്ലുകൊണ്ട് കൊടുത്തു, ഇങ്ങനെ വാങ്ങി ഒരു കല്ലിന്റെ മുകളിൽ നിൽക്കുകയാണ്. എന്തേ അവിടെ വെച്ച് എത്തുന്നില്ല, ആ കല്ല് കറക്റ്റ് വെക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്തേ ഉണ്ടായത്? ആ താഴെ ഒരു കല്ലിൽ നിൽക്കുകയാണ് ഇബ്രാഹിം നബി. ആ കല്ലിങ്ങനെ പൊന്തി. ലിഫ്റ്റല്ല, ഒരു ചരടുമില്ല, ഒരു കമ്പിയില്ല, ഒന്നുമില്ല. ആ കല്ല് താനേ പൊന്തി. ഇബ്രാഹിം നബിയും കൊണ്ട് ആ കല്ലിങ്ങനെ പൊന്തി. അപ്പൊ എന്തായി? കറക്റ്റ് കല്ല് വെക്കാൻ കഴിഞ്ഞു. ആ കല്ല് വെക്കുന്നോടെ ആ കല്ല് വീണ്ടും താഴോട്ട് ലിഫ്റ്റ് പോലെ. ഇബ്രാഹിം നബിന്റെ കാലത്തെ ലിഫ്റ്റ് അള്ള വർക്ക് ചെയ്യിപ്പിച്ചേ, വേറെ റിമോട്ടില് വേറൊന്നുമില്ല. ശ്രദ്ധിച്ചോളൂ, കേട്ടോളൂ. അടുത്ത കല്ല് വന്നു, അപ്പൊ ഈ കല്ലെട് പൊന്നു. ഫീഹി ആയാത്തും ബയ്യിനാത്തും. രണ്ടൊരു കല്ലുമ്മൽ നിന്നു എന്നുള്ളതുകൊണ്ട് ദൃഷ്ടാന്താവുമോ? ആവൂല, ആവൂല. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഒരിഞ്ഞാല് ഇവിടുത്തെ കല്ലും ചിലപ്പോ താനേ പൊന്തും. ഒരു സ്റ്റെപ്പ് അധികം നിങ്ങൾ കെട്ടാത്ത ചിലപ്പോ കെട്ടിയെന്നും വരും. ഞാനങ്ങനെ അത്ഭുതം കണ്ടാവാം, നിങ്ങൾ വിശ്വസിച്ചാലുമെങ്കിലും. അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നു ആ അള്ള ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ടവരിൽ ഇടപെടണം എന്ന് അള്ളക്ക് ബോധ്യമുള്ളവരിൽ അള്ള ഇടപെടുത്തും. എന്നെ സംബന്ധിച്ചാണ്, ഞാനിന്ന് രാവിലെ വെറുതെ സുബൈ കഴിഞ്ഞിങ്ങനെ എല്ലാം ഒന്ന് കറങ്ങി കണ്ടുവരുന്ന സമയത്ത് ഞാൻ വീണ്ടും ദൂരെ നിന്ന് ഈ ലൊക്കേഷൻ ഇങ്ങനെ നോക്കി. അപ്പൊ പണി തീരാത്ത ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയി. കംപ്ലീറ്റ് പണി തീർന്ന് ലോകം ഇത് കാണുന്ന രംഗം ഞാൻ എന്റെ കൂടെ വന്ന സുഹൃത്തിനോടും പറഞ്ഞു, അത് അപാരമായിരിക്കും. തല ഉയർത്തി നിൽക്കുന്ന പ്രതാപത്തിന്റെ ഒരു ഗോപുരം. പക്ഷെ ഇതിന് വലിയൊരു പ്രത്യേകത ഉണ്ടാവും. ഇവിടെ നിന്ന് ദീനല്ലാത്ത ഒന്നും ഒരാളും പഠിക്കരുത് എന്ന നിർബന്ധം, ഒരു വിദേഹത്തും ഇവിടുന്ന് പഠിക്കരുത് എന്ന നിർബന്ധം, ഒരു കുഫറും ഇവിടുന്ന് പഠിക്കരുത് എന്ന നിർബന്ധം, അള്ളാഹുവിനോട് തേടേണ്ട ഒരു നേട്ടവും അതേതെങ്കിലും ഒരു സൃഷ്ടിയോട് ചെയ്യാം എന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയും ഈ മിമ്പർ കൈകാര്യം ചെയ്യരുത് എന്ന നമ്മുടെ പിടിവാശി. ഇൻഷാ അല്ലാഹ് ഞങ്ങളെക്കാൾ പ്രതീക്ഷയുള്ള ആളാ ഈ പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ. എന്റെ ചിന്തകൾ 10-24 കൊല്ലം അപ്പുറത്തേക്കാണ് പോണത്. ഞാൻ ഈരാറ്റുപേട്ടുണ്ടായിരുന്ന കാലത്തേക്ക് അന്ന് ഞാൻ പോണ സ്ഥലം അത് നിരന്തരമായി എനിക്ക് ബന്ധമുള്ള സ്ഥലമാണ്. പക്ഷെ ഇതൊന്നും വരുമെന്ന് ഞാൻ സ്വപ്നയിലേ വിചാരിച്ചിട്ടില്ല, പക്ഷേ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം ഇന്ന നാടിലൊക്കെ ഇന്നൊക്കെ വന്നാൽ ഉപകരിക്കും. കാരണം എന്താ? അന്നും ഇന്നും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ, ധനാഢ്യർ, സമ്പന്നർ, സന്നദ്ധമുള്ളവർ, കഴിവുള്ളവർ എല്ലാം ഉള്ള നാടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിലെ അവസാന ദിവസത്തെ ക്ലാസ് ആണിത് എന്ന് ഒന്ന് മനസ്സിൽ കൊണ്ടു നോക്കിയേ. ഞാന് ഇന്നലെ ഇട്ട ഡ്രസ്സ് ഒരു ഉദാഹരണം പറയാം, ഒരഴുക്കില്ല അതില്, അത് ഇടാൻ എനിക്ക്. അപ്പൊ അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ എന്നും ഓർക്കണ ആയിട്ട് മറന്നു. പിന്നെ എനിക്ക് അത് ഓർമ്മ വന്നു. ഒരു സദസ്സിലേക്ക് പോവാണ്. നല്ല കുപ്പായിട്ടിട്ട് പ്രസംഗിക്കാൻ പോയിക്കോന്ന് അല്ല പറയാൻ, നീറ്റുള്ള തുണി കുപ്പായിട്ടിട്ടേ പ്രസംഗിക്കാൻ പോകാവുന്നു. സൂറത്ത് മുദ്ദസ്സിറാണ്, 4-ാമത്തെ വചനമാണ്. അതിങ്ങനെ ഓർത്തപ്പോ ഞാൻ ചാടി എഴുന്നേറ്റ് ഡ്രസ് അയൺ ചെയ്ത് അതൊക്കെ ധരിച്ച് നിങ്ങളെ കാണുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്താണ്? ഞാൻ എന്തോ പറയാൻ വന്ന ആളാണ്, ഉറപ്പാണ്. അത് പറയാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം. കുറച്ച് സമയം ആയിക്കോട്ടെ, ഈ പ്രസംഗം നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല ഇൻഷാ അല്ലാഹ്. അത്രമേൽ കാര്യങ്ങളുണ്ട്. അതൊരു മണിക്കൂർ കൊണ്ട് തീരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 23 കൊല്ലം കൊണ്ട് സംഭവബഹുലമായി തീരുകയും ചരിത്രമാവുകയും ദ മിറാക്കിൾ ഓഫ് ദ മിറാക്കിളായി തീരുകയും ചെയ്തത് എങ്ങനെ 5:10 തുടങ്ങി 6:10 6:20 ആകുമ്പോ ഇത് വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ചെറിയൊരു ഭാഗം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം, സൗകര്യം കുറച്ചൊരു കുറവ്
ഉണ്ടല്ലോ, ഉണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട കസേരയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നോളൂ വന്നിട്ട്. കാരണം മജ്ലിസ് എന്നാണ് പറയാ. ഖുർആൻ പറഞ്ഞ മജ്ലിസ്. മജ്ലിസ് വന്നാൽ നിൽക്കുന്ന സ്ഥലമല്ല, ഇരിക്കുന്ന സ്ഥലമാണ്. ഇരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഇരുന്നിട്ട് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ അപ്പം നിൽക്കുക, ചിന്തിക്കുമ്പോൾ നിൽക്കുക. ഒന്നുകൂടെ കേട്ടോളൂ, ഇപ്പൊ ഒരു പുതിയ തത്വമാണ്. ചിന്തിക്കുമ്പോൾ നിൽക്കുക, ക്ലാസ് കേൾക്കുമ്പോൾ നിൽക്കരുത്, ഇരിക്കണം. കാരണം എന്റെ തെളിവ് 58-ാം 11-ാമത്തെ വചനം. മജ്ലിസിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അവിടെ പറഞ്ഞത് ചമ്പി ഒരല്പം നീക്കി കൊടുക്കണം, എന്നിട്ട് ഒരാളെയും കൂടെ അവിടെ ഇരുത്തണം. എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? അറിവുള്ളവർക്ക് അള്ള പദവി ഉയർത്തി, ഈമാനുള്ളവർക്ക്. അറിവുള്ളവരുടെ പ്രത്യേകതയാണ് ബാക്കിയുള്ളവർക്ക് സൗകര്യം ഉണ്ടാക്കുക. അപ്പൊ അവിടെ 2 കസേര ഒഴിഞ്ഞ് കാണുന്നുണ്ട്. ആരെ ബുക്ക് ചെയ്താണോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ സ്ത്രീകളും ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ അല്ല പറയാൻ സൗകര്യം ചെയ്തു കൊടുക്കും. മജാലിസിൽ, നമ്മളെ മജ്ലിസിൽ ഭയങ്കര പുണ്യാണ്. അതുകൊണ്ടുള്ള കസേരയിൽ മാക്സിമം ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാം, ഇന്ന് മരിക്കാൻ എനിക്ക് അള്ളാഹ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ക്ലാസ് കേട്ടിട്ട് എനിക്കത് മരിക്കണം. ശരി, ഇനി നമുക്ക് നമ്മുടെ വിഷയം ചർച്ച ചെയ്യാം. ഖുർആൻ എന്തെല്ലാം തരം വിപ്ലവം, പരിവർത്തനം ഉണ്ടാക്കി, മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം തരം മാറ്റങ്ങൾ. വാചകം വളരെ സൂക്ഷിച്ച് പ്രയോഗിച്ചിട്ട് ഉള്ളതാണ്. അതുപോലെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലയിൽ ആർക്കെല്ലാം എത്രത്തോളം മാറ്റം വരുത്തി. ജീവിതത്തിന്റെ അനേക മേഖലകൾ, എല്ലാവർക്കും മേഖലകൾ വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഒരേപോലെയല്ല, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം അള്ളാഹ് പറയാണ്, ചില ആളുകൾക്ക് സമ്പത്ത് ഒരുപാട് റിസ്ക് കൊടുത്തു, ചില ആളുകൾക്ക് അതിൽ ചുരുങ്ങിയത്. 2 ടൈപ്പ് ആളുണ്ടായി അവിടെ. അനാഥ അല്ലാത്തവരുണ്ട്, വിധവയല്ലാത്തവരുണ്ട്, ബാപ്പയില്ലാതെ ഗാഡിയനുണ്ട്, ഒരുപാട് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖല. ഈ മേഖലകളിലൊക്കെ ജീവിക്കുന്നവർക്കുള്ള സമ്പൂർണമായ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ദൈവീക ഗ്രന്ഥം അതാണ് ഖുർആൻ. ആ ഗ്രന്ഥത്തിന്റെ മഹിമ, ആ ഗ്രന്ഥത്തിന്റെ ഗിരിമ, ആ ഗ്രന്ഥത്തിന്റെ അനിർവചനീയമായ വചനസാഗരങ്ങളുടെ അത്ഭുതം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിശ്വചരിത്ര അവലോകനം, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ജയിലിൽ നിന്നുകൊണ്ട് മകൾക്ക് എഴുതിയ ചരിത്ര ബന്ധിതമായ ഗ്രന്ഥം, 206-ാമത്തെ പേജ്. സൗദി അറേബ്യ, ഡാർക്ക് ഏജിൽ ജീവിച്ചിരുന്ന സൗദി അറേബ്യ, ഊശ്വരഭൂമി, ഊശ്വര ഹൃദയം, ഊശ്വര ചിന്ത, കല്ലും മുള്ളും മരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൾത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയുധങ്ങളും ജിന്നും മലക്കും ഇൻസും വലിയും ദേവിയും ദേവനും കല്ലുകളെല്ലാം ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ലോകത്ത് ആ പ്രവാചകൻ സമാഹിതനായി. ദക്കിപ്പൻ റാമൻ നമ്പയർ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അതിൽ പറഞ്ഞു, യൂറോപ്പിലെ ബർബറുകളുടെ ഉത്തരയുടെ ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് പൂജാതനാകുന്നത്. നിർഭാഗ്യമല്ല, ഗിബ്ബൺ ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ വിമർശകനാണ്. എന്നിട്ടും ഗിബ്ബൺ പറയുന്നത് ഭാഗ്യവശാൽ യൂറോപ്പിലെ ബർബറുകളുടെ ഉത്തരിഞ്ഞ നിറികെട്ട ജീവിത കാലഘട്ടം, അന്നാണ് ഭാഗ്യവശാൽ പ്രൊഫറ്റ് മുഹമ്മദ് പൂജാതനാകുന്നത്. The civilization on trial. അർണോൾഡ് ടോയിൻബി, വിഖ്യാതനായ എഴുത്തുകാരൻ, കവി, ദാർശനികൻ, ചിന്തകൻ, അതിൽ അദ്ദേഹം പറയുന്നത് മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി പ്രൊഫറ്റ് മുഹമ്മദ് നബി, ചരിത്രത്തിൽ ജീവിച്ച വിശ്വാചാര്യൻ.
പരിവർത്തനത്തിന്റെ മഹാസംഭവം എന്നാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ വിളിച്ചത്. ദ മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ എന്നാണ് നെഹ്റു വിളിച്ചത്. 23 കൊല്ലം പെട്രോൾ പമ്പുകളില്ലാത്ത നാട്, ഫറാറി കാറുകളില്ലാത്ത നാട്, 2 കിലോമീറ്റർ അകലെ വെള്ളമുണ്ടെന്ന് തിരിച്ചറിയാനുള്ള മാസാരന്തരമുള്ള ഒട്ടകത്തിന്റെ സഞ്ചാര ദിശക്കനുസരിച്ച് സഞ്ചരിച്ചിരുന്ന ഒരു ജനത ലോകത്തിലെ അത്ഭുതം സൃഷ്ടിച്ച് കടന്നുപോയി. എം.എൻ. റോയ്, വിഖ്യാതനായ എം.എൻ. റോയ് അദ്ദേഹമായിരുന്നു. എം.എൻ. റോയ് പറയാണ്, തേനീച്ചകൾ കൂടുവിട്ട് പുഷ്പങ്ങളിലെ തേനി ശേഖരിക്കുന്ന പോലെ എവിടെയെല്ലാം പുഷ്പങ്ങളുണ്ടോ അവിടെ പോയി തേൻ ശേഖരിക്കുന്ന പോലെ അറിവ് തേടി അനന്യ ഒരു ജനതയായിരുന്നു മുസ്ലിങ്ങൾ ഖുർആനിന് ശേഷം. അങ്ങനെ എം.എൻ. റോയ് 1/2 ലിറ്റർ തേന് അതുണ്ടാകുന്ന എങ്ങനെയാ? ഒറിജിനൽ തേന്. നമ്മൾ ഉണ്ടാക്കുന്ന ശർക്കര വെള്ളമല്ല, നമ്മുടെ കള്ളത്തരത്തിൽ കൊണ്ടുപോയി വിൽക്കണതല്ല, ഒറിജിനൽ തേനീച്ചയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സാക്ഷാൽ തേൻ. 16-ാം അധ്യായം 78-ൽ പറഞ്ഞ ആ തേൻ, 68-ൽ പറഞ്ഞ ആ തേൻ. 1/2 ലിറ്റർ തേൻ ഉണ്ടാകാൻ എത്ര പുഷ്പത്തെ സമീപിക്കണമെന്നറിയോ? 40 ദശലക്ഷം പൂവിനെ സമീപിക്കണം. എത്ര? 40 ദശലക്ഷം പുഷ്പങ്ങളെ തേടി തേനീച്ചകൾ പോയാലേ എന്തുണ്ടാവുള്ളൂ? 1/2 ലിറ്റർ തേൻ ഉണ്ടാവുള്ളൂ. എങ്കിൽ ലോകത്ത് ഒറിജിനൽ തേൻ കിട്ടാൻ മാത്രം പുഷ്പങ്ങളുണ്ടോ ഒന്ന് ഭൂമിയിൽ? അപ്പൊ പിന്നെ കള്ളത്തരം കാണിക്കാണ്ട് പോവോ? അത് കുടിച്ചാൽ രോഗം മാറുവോ? ശർക്കര വെള്ളം കുടിച്ചാൽ രോഗം മാറുവോ? തേൻ കച്ചവടക്കാരുണ്ട്, എന്നെ കയറി തല്ലിവിടരുത്. സ്വകാര്യം ചോദിച്ചാൽ മതി, ഞാൻ ചോദിക്കാറുണ്ട്. കാരണം കച്ചവടം സത്യസന്ധമാകണം. നമ്മൾ പ്രസംഗിക്കുന്നിടത്ത് കച്ചവടം ഇട്ടിട്ട് കള്ളത്തേൻ വിറ്റാല് ഒന്നോട് ചോദിക്കണം, ഇത് ഒറിജിനലാണോ ചോദിക്കണ്ടേ? നമ്മുടെ പ്രസംഗത്തിന് ആളുകളെ വിറ്റ് കാശാക്കല്ലേ? അപ്പൊ അത് ഒറിജിനലാകണം. പറഞ്ഞത് എത്രയേ ഉള്ളൂ. എം.എൻ. റോയ് പറയുന്നത് തേനീച്ച തേന് തേടി പോകുന്ന പോലെയായിരുന്നു അറിവുള്ള ഇടങ്ങളിലേക്ക് മുസ്ലിങ്ങൾ പോയത്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ നേർപ്പദം മുന്നിലെത്തിയാൽ ആ 8 വരെ 2 വരെ മുട്ടിച്ചിട്ടില്ല. ഏതാ വായിക്കുന്നത്? കാണലാണ്. എല്ലാരും പണി കാണലാണ്. എന്ത് തോന്നിയാസം കാണുക, തോന്നിയാസം കേൾക്കുക. സത്യല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, ഇസ്ലാം ആദ്യം ഉണ്ടാക്കിയ മാറ്റം എവിടെ അറിയോ? ഇസ്ലാമിന്റെ തുടക്കം എവിടെയാ? ഖുർആന്റെ തുടക്കം എവിടെയാ? അക്ഷരജ്ഞാനമില്ലാത്ത ജനതയിൽ എത്ര സ്ഥലത്താണ് പറയുന്നത്? ഉമ്മിയീന റസൂലൻ മിൻഹും. ഉമ്മിയെ 3-ാം അധ്യായം അല്ല 2-ാം അധ്യായം 129, 2-ാം അധ്യായം 151, 3-ാം അധ്യായം 164 അല്ലേ? 62-ാം അധ്യായം 2, 7-ാം അധ്യായം 157. ഇതിലെല്ലാം പറയുന്നത് നിരക്ഷരനായ പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത അറബ് ജനത, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത അറബ് ജനത, ആരും അവരെ കീഴ്പ്പെടുത്തിയില്ല. കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പർവ്വതക്കെട്ടുകളാണ്, മണൽത്തിട്ടുകളാണ്, കാട്ടുകൾ തെറ്റി കൂനകൾ വ്യത്യസ്ത ദിക്കുകളിൽ രൂപപ്പെടുന്ന മരുഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഉണ്ടായില്ല. അവിടെ ഏകാന്തനായി ഗുഹയുടെ ഉപരിതലത്തിലല്ല, ഗുഹയുടെ ഉള്ളിൽ ധ്യാനനിമഗ്നനായി ജ്വലിക്കുന്ന ചിന്തകളോടെ, ഉജ്ജ്വലമായ കണ്ണുകളോടെ എന്തോ പരതുന്ന പോലെ ആ പ്രവാചകൻ ഏകാന്തനായി. ഖദീജത്തുൽ കുബ്ര മർബാവിലുണ്ട്, ഉച്ചവരുമുടയവരും തായ്വരയിലുണ്ട്. അവരിൽ നിന്നെല്ലാം മനസ്സിനെ വ്യത്യസ്തപ്പെടുത്തി ഇറയിൽ ഇരുന്നപ്പോൾ തന്നെ ജിബ്രീൽ വന്നില്ല. ഇറയിലിരുന്നു, ഗ്രഹാതിരത്വം മാറി ഗുഹയിലേക്ക് ഒടുവിലെത്ത വഹീന്റെ തുടക്കവുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അനേക മലക്കുകളുടെ സാന്നിധ്യത്തിൽ, അവരുടെ സംരക്ഷണത്തിൽ ആ ഗുഹാപുറത്ത് ഓടാനുകൂടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ ജിബ്രീൽ എന്ന മാലാഖ പ്രവാചകന്റെ സന്നിധാനത്തേക്ക് എത്തുന്നു. 600 ചിറകുകളുള്ള ജിബ്രീൽ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം കണ്ടതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ജിബ്രീൽ വന്നു,
വായിക്കുക നബിയെ, വായിക്കുക. നമ്മള് സാധാരണ നബിയുടെ കുട്ടിക്കാലം അത് പാടാറുണ്ട്. ഓത്തുപള്ളിയിൽ പഠിച്ചില്ലെങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല. നബിയെ പറ്റി നമ്മൾ പാടിയ വരിക, ഓമനാ മുഹമ്മദീനെ ഓർത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. അതുകൊണ്ട് അക്ഷരങ്ങളൊന്നും പഠിച്ചിരുന്നില്ല. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين ذكر الله في القرآن 7-157 ഈ നിരക്ഷരനായ പ്രവാചകൻ വായിക്കുക, മാ അനബിക്കാരിയും. വായിക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. വീണ്ടും കൂട്ടിപ്പിടിക്കുകയാണ്. അതൊരു അത്ഭുതല്ലേ, അതൊരു അത്ഭുതല്ലേ. വായിക്കാൻ പറയുന്നത് എവിടെ? നമ്മളാണെങ്കിൽ ചോദിക്കുക, എവിടെ വായിക്കേണ്ടത്, എന്തിലാ വായിക്കേണ്ടത്? റസൂൽ ചോദിച്ചില്ലല്ലോ. വായിക്കാനാ പറയുന്നത്. എവിടെ എവിടെ വായിക്കാൻ? അന്ന് ഏത് പുസ്തകം നബിന്റെ കയ്യിലുണ്ട്? ബൈബിള് വായിക്കാനാണോ? തോറ വായിക്കാനാണോ? സബൂർ വായിക്കാനാണോ? ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഏട് വായിക്കാനാണോ? സുഫി ഇബ്രാഹിം മൂസ 19-ാമത്തെ വചനം അല്ലേ? സൂറത്ത് ആലയിൽ പറഞ്ഞ ആ വാചകം അല്ല. അപ്പൊ പിന്നെ ഏതാ വായിക്കാൻ? പ്രപഞ്ച പുസ്തകത്തിൽ വായിക്കൂ. നിന്റെ ശരീരം ഒരു പുസ്തകമാണ്, വായിക്കൂ. നിന്റെ ശരീരം അത്ഭുതങ്ങളുടെ കഥ പറയാണ്, വായിക്കൂ. നിന്റെ വിരൽപ്പടികൾ വ്യത്യസ്തമാക്കി വിരൽപ്പടി നോക്കിയിട്ട് വായിക്കും. ഇതുപോലെ അല്ല നിന്റെ ഉമ്മാടത്, നിന്റെ ഉപ്പാൻ്റെത്, നിന്റെ മക്കളത്. വായിക്കും. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ വായിക്കും. ഈ അത്ഭുതത്തിന്റെ പേരാണ് ഇസ്ലാം. റസൂൽ വായിച്ചു, പ്രപഞ്ചത്തെ വായിച്ചു, ജീവിതത്തെ വായിച്ചു, പുസ്തകമില്ലാതെ വായിച്ചു, പുസ്തകമില്ലാതെ വായിച്ചു. ഓരോ മണൽത്തരികളിൽ നിന്നും വായന തുടങ്ങി. എന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ചില ഭാഗം ഒരുപാട് ഇരുന്ന് ആലോചിച്ച് നമ്മളൊരു ഉറച്ച തീരുമാനത്തിലെത്തേണ്ട ഭാഗമാണ്. ഒരു ചെറിയ കുഞ്ഞു ജീവിയെ കണ്ടാൽ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ഒരു മുട്ടുസൂചി കയ്യിലെടുത്താൽ അത് മുട്ടുസൂചി കുത്ത മാത്രമല്ല, ആ മുട്ടുസൂചി നിർമ്മിക്കാൻ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടാവുന്ന ഒരു ചിന്ത. എങ്കിൽ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിക്കാൻ എന്തൊക്കെ വേണ്ടി വരും? അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ ആലോചിക്കാൻ. ഞാൻ പറയുന്ന ഫോക്കസ് ചെയ്യുന്ന ഏരിയ കുറച്ച് വിപുലമാണ്, സമയമില്ല. എങ്കിലും അതെങ്കിൽ അതാവട്ടെ. ചിന്ത 78 സ്ഥലം വിശുദ്ധ ഖുർആനിലെ 114 അധ്യായത്തിൽ 78 സ്ഥലത്ത് ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. 17 സ്ഥലത്താ പറഞ്ഞ ഖുർആൻ. ഉലൈക ഹുമുൽ അൽബാബ്. ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തമുണ്ട്. നേരത്തെ 31 തവണയാ, 31 തവണ ഒറ്റായത്ത് പഠിച്ചാൽ 31 ആയത്തിന്റെ കൂലി. ഒറ്റായത്ത് 31 തവണ. ആ അധ്യായത്തിൽ ഒരായത്ത് പഠിച്ചാൽ 31 ആയത്ത് പഠിച്ചു. ബാക്കി മനപ്പാടാക്കിയാൽ മതി. സിമ്പിൾ. അർ-റഹ്മാൻ അല്ലേ? പരമകാരുണ്യകൻ. അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാൻ, അല്ലമഹുൽ ബയാൻ, അല്ലമഹുൽ ബയാൻ. അനന്ത പരകോടി ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ അല്ലമഹുൽ ബയാൻ,
ബയാൻ ചെയ്യാനുള്ള, വിവരിക്കാനുള്ള, വിശദീകരിക്കാനുള്ള, എലാബറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യന് മാത്രം കൊടുത്തു. അപ്പം 78 സ്ഥലത്ത് ചിന്തിക്കാൻ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഓരോ ഇരുത്തവും നടത്തവും ചിന്തയാവോ? ഒരു ഉദാഹരണം, ഈ ഖുർആനിക വചനം ആദ്യം ഇറങ്ങുന്നതായിരിക്ക നബിയുടെ കൽബിലേക്കാണ്. നബിയുടെ കൽബിലേക്കാണ് ഇറങ്ങുന്നത്. ആ കൽബ് ശുദ്ധീകരിക്കപ്പെട്ട കൽബാണ്. ആ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകി നീറ്റാക്കിയതാണ്. നാട്ടിലെ പച്ചവെള്ളം എടുക്കാമായിരുന്നു നബിയുടെ ഹൃദയം കഴുകാൻ. എന്തിനെ സംസം തിരഞ്ഞെടുത്ത്? സംസത്തിന് പോരിഷ് ഉണ്ടായിട്ടാണോ ഇല്ലായിട്ടാണോ? അതും പറയണല്ലോ. നബിയുടെ ഹൃദയം കഴുകാൻ വേറെ കിണറിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. എന്തിനെ സംസം എടുത്ത്? സംസം കൊണ്ട് കഴുകിയാൽ അവിടെ രോഗാതുരമാവൂല. സംസം രോഗം മാറാനാണ്. ഫീ ഖുലൂബിഹിം മർളും, ഹൃദയത്തിന്റെ രോഗം മാറാനാണ്. മുഹമ്മദ് നബിക്ക് ഹൃദയത്തിൽ ഒരു രോഗം ഉണ്ടായിട്ടില്ല. ലോകമേ, ഹൃദയ രോഗങ്ങൾ ഫീ ഖുലൂബിഹിം മർളും ഫസാദഹും അല്ലാഹു മർളാ. സൂറത്ത് ബഖറ 6, 7, 8, 9, 10 എക്സെട്ര. ഇല്ല, ഉണ്ടായില്ല. എന്താ? സംസം കൊണ്ട് കഴുകി. ആ ഹൃദയത്തിലേക്ക് ഖുർആൻ ഇറങ്ങി. ഓടാണ് പ്രവാചകൻ, ഓട്. അന്ന് ആയിഷ ബീവിയുടെ കൂടെയാണ് ഊഴം. പല ഭാര്യമാരുള്ള ആളായിരുന്നു റസൂൽ. ഇന്ന് ആയിഷ ബീവിയുടെ കൂടെയാണ്. ആ ദിവസം ഓടി. ആയിഷ ബീവി ഒരൽപ്പം റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുകയാണ്. ഒരൽപ്പം റൊമാൻറ്റിക് ആണ്. അപ്പോ ആയിഷ ബീവി പറഞ്ഞു, അങ്ങയുടെ നെഞ്ചിൽ എനിക്ക് തല ചായ്ക്കാൻ പൂതിയുണ്ട്. എങ്ങനെ? ആയിഷ ബീവി നബിയുടെ ഊഴം കാത്ത് നിൽക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല റസൂലിനോട് പറയാണ്, അങ്ങയുടെ ഹൃദയത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിലേക്കാണ്. അപ്പൊ ആയിഷ ബീവിയോട് റസൂൽ പറയാണ്, ആയിഷ ശരിയാണ്, ഇന്ന് നിന്റെ ഊഴമാണ്, ഞാൻ അങ്ങനെയൊക്കെ നിനക്ക് നിന്ന് തരണം. പക്ഷെ ആയിഷ, നീ എനിക്ക് അനുവാദം തരികയാണെങ്കിൽ ആ നബിയുടെ നീതിബോധം നോക്ക്. ആ നബിയുടെ നീതിബോധം നോക്ക്. ആയിഷ, നീ എനിക്ക് അനുവാദം തരികയാണെങ്കിൽ ആയിഷ, ഞാനൊന്ന് നമസ്കരിക്കും. എത്രയും വലിയ ആഗ്രഹമുണ്ട് നമസ്കരിക്കാൻ. ആയിഷ ബീവി നബിയെ അറിഞ്ഞാളാണ്, മനസ്സിലാക്കിയാണ്. നബിയുടെ വൈകാരികതയും ആത്മീയതയും തൊട്ടറിഞ്ഞാണ്. നബിയുടെ ഹൃദയത്തിന്റെ തുടിപ്പറിഞ്ഞാണ്. ആയിഷ ബീവി പറഞ്ഞു, അതിനെന്താ കുഴപ്പം? ഞാൻ ഒതു ചെയ്യുന്ന വെള്ളം കൊണ്ടുവരാം. ആയിഷ ബീവി ഒതു ചെയ്യുന്ന വെള്ളം കൊണ്ടുവരും. ശരിക്കും നിങ്ങളൊന്ന് ഇൻവോൾവ് ആയേ, വിഷയത്തിന്റെ ഒരു ഗൗരവം നോക്കിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഒതു എടുത്തു. ആയിഷ ബീവി ഒതു ചെയ്ത് ആയിഷ ബീവി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം ആരംഭിച്ചു. നമസ്കാരം ആരംഭിച്ചു. അല്ലാഹു അക്ബർ കൈകഴിഞ്ഞു. ഫാത്തിഹ കഴിഞ്ഞു. പിന്നെ ഓതുന്നത് സൂറത്ത് ആൽ ഇംറാനിലെ പ്രധാനമായ ചില ഏരിയകളാണ്. 190, 191, 192 വചനങ്ങളിലാണ് നബി മനസ്സൊടക്കി നിൽക്കുന്നത്. ജിബ്രീൽ അതുകൊണ്ട് കൽബിൽ ഇറങ്ങി കൊടുത്ത്. എന്താ അത്? ആ ആയത്ത് ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂർ പള്ളിയിൽ നിസ്കരിക്കുമ്പോ സൂറത്ത് ആൽ ഇംറാനിന്റെ 130ാമത്തെ വചനം ഓതി അവിടുത്തെ ഇമാമം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയം ആ അധ്യായത്തിലെ വാചകമാണ് നബി ഓതുന്നത്. എങ്ങനെയാണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്ത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല ഇവിടെ. പക്ഷേ ഈ ആയത്ത് മാത്രം ഓതി 11 റക്അത്ത് നിസ്കരിച്ചു നബി. ഈ ആയത്ത് മാത്രം ഓതി, വേറൊന്നും ഓതിയില്ല.
ഇത് മാത്രം കരഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണുനീര് താടിരോമങ്ങളിലൂടെ ചാലിട്ടൊഴുകി. മഴ പെയ്യുന്നത് പോലെ താടിരോമങ്ങളിൽ നിന്ന് കണ്ണുനീര് ജുബ്ബക്കുപ്പായത്തിലേക്ക് ഇച്ചി വീണു. ജുബ്ബക്കുപ്പായം നനഞ്ഞു. അതെ, എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കിബിലക്കഭിമുഖമായി മരുഭൂമിയിൽ വലതുകൈ തലയാണയാക്കി കിബിലക്കഭിമുഖമായി നബി കിടന്നു. കൈത്തണ്ടയിലൂടെ കണ്ണിന്റെ ഭാഗത്തുനിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങി. മണലും നബിയുടെ ജുബ്ബക്കുപ്പായവും മണൽ കൊണ്ട് പൊതിയപ്പെട്ട് കണ്ണുനീരിൽ കുതിർന്നു നിന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിൽ ഇങ്ങനെ തടവി. അല്ലാഹുവിന്റെ റസൂലേ, എന്തേ നിങ്ങൾ കരയുന്നത്? എന്തേ നിങ്ങൾ വേദനിക്കുന്നത്? ആരെങ്കിലും അങ്ങയെ അപഹസിച്ചുവോ, പരിഹസിച്ചുവോ, വേദനിപ്പിച്ചുവോ, വാക്കാലങ്ങൾക്ക് മുറിവേൽപ്പിച്ചുവോ എന്നുണ്ടായിരുന്ന എന്ന ചോദ്യം. ബിലാലേ, എന്നെ ആരും ഒന്നും പറഞ്ഞതല്ല, എന്നെ ആരും ചീത്ത പറഞ്ഞതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൽബിലേക്ക് ചില ആയത്തുകൾ ഇട്ടുതന്നു. ജിബ്രീൽ എനിക്ക് കൊണ്ടുവന്നത്. ആയത്തിന്റെ ഗൗരവം ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ആയത്തിന്റെ ഗൗരവം ഓർത്തിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. ആയത്തിന്റെ ഗൗരവം ഓർത്താണ് ഞാൻ റുക്കൂ ചെയ്തത്. ആയത്തിന്റെ ഗൗരവം ഓർത്താണ് ഞാൻ സുജൂദ് ചെയ്തത്. ആയത്തിന്റെ ഗൗരവം ഓർത്താണ് ഞാൻ എഴുതാതെ വന്നത്. ആയത്തിന്റെ ഗൗരവം ഓർത്താണ് എന്റെ മനസ്സ് പിന്നിപ്പൊട്ടിയത്. എന്തായിരുന്നു ആയത്? ആകാശഭൂമികളുടെ നിർമ്മിതിയിലും രാത്രികളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമെന്നും നിന്നും ഇരുളും കിടന്നും അത് ഓർക്കുകയും റബ്ബനാ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, പടച്ചവനേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നരകത്തിൽ മുന്നോട്ടേ. ആകാശത്തെ കാണുന്നതും ഭൂമിയെ കാണുന്നതും നക്ഷത്രങ്ങൾ കാണുന്നതും സൗരയൂഥത്തെ കാണുന്നതും കാനനങ്ങളിൽ ചെല്ലുന്നതും ആമസോൺ കാടുകളുടെ മുഖങ്ങൾ പഠിക്കുന്നതും സിദ്ധാവനയും കൂടെ പഠിക്കാനാണ്. ആ സിദ്ധാവനം പഠിക്കുന്നതിലൂടെയാണ് നാം മനുഷ്യരായി തീരുന്നത്. അപ്പലാ അത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് أما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا فلينظر الإنسان إلى طعامه أنا سقطنا الماء سقطا ثم شققنا الأرض شقا فأنبتنا فيها حبا طيبا وزرعا وزيتونا ونخلا فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب خلقا من بعد خلق في ظلمات ثلاث ذلكم الله ربكم له الملك. 80-ാമത്തെ അധ്യായം 23 മുതൽ 24 മുതൽ 32 വരെയുള്ള വചനം. 39-ാം അധ്യായം 6-ാമത്തെ വചനം. 85-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനം. 82-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനം. 23-ാം അധ്യായം 1 മുതൽ 12 മുതൽ 12 മുതൽ 16 വരെയുള്ള വചനം. 31-ാം അധ്യായം 10-11 വചനം. 2-ാം അധ്യായം 164-ാമത്തെ വചനം. ഇതെല്ലാം ആകാശഭൂമിയുടെ നിർമ്മിതിയിലെ അത്ഭുതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട സ്വഹാബത്ത്, അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത സ്വഹാബത്ത് ആകാശത്തിൽ നോക്കി അവർ പ്രഖ്യാപിച്ചു, മൈത്രേയ എന്ന വിവരദോഷി, ആരിഫ്സൈൽ എന്ന വിവരദോഷി, ആർസി എന്ന് പറയുന്ന വിവരദോഷി, എന്ന് പറയുന്ന വിവരദോഷി, യുക്തിവാദികളിൽപ്പെട്ട ആളുകൾ, ഒരു മുട്ടുസൂചി ഉണ്ടാകാൻ 5 ഘടകം വേണമെന്ന് പറയുന്നവർ, ഈ ഭേദം ഇറങ്ങണമെങ്കിൽ അതിനാവശ്യമായ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നവർ, ഈ ഖസാന താനെ ഉണ്ടായതല്ലെന്ന് പറയുന്നവർ, ഈ സ്റ്റാൻഡ് താനെ ഉണ്ടായതെന്ന് പറയുന്നവർ, അവർ പറയുന്ന ഈ പ്രപഞ്ചം താനെ ഉണ്ടായതാണ്. അറിയുന്ന പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാനാണ് ഖുർആൻ. ചിന്തിച്ചിട്ടില്ലെങ്കിൽ നരകം, ചിന്തിക്കാത്തതിനുമെല്ലാം നരകം.
69 ശാസ്ത്രശാഖ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 69 ഭൗതികമായ ശാസ്ത്രശാഖ പഠിപ്പിച്ച ഗ്രന്ഥാണ് ഖുർആൻ. ഈ 69 കുറിച്ചും പഠനം നടന്നിട്ടുണ്ട്. ഈ 69 പഠനം നടന്നിട്ടുണ്ട്. ഖുർആൻ നന്നായിട്ട് പഠിച്ച ഒരാള് മഹാവിജ്ഞാനിയായിരിക്കും. അയാൾ തോൽപ്പിക്കാൻ കഴിയില്ല, അയാൾ ഒരിക്കലും തോൽക്കുകയില്ല. കറക്റ്റായിട്ട് ഖുർആൻ പഠിച്ച ഒരാള് എവിടെയും പിടിച്ചു നിൽക്കും. ഷുവർ, ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു സംശയം. നമുക്ക് ചിന്തിക്കേണ്ട 2 പോയിന്റ് ചിന്തയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഉമ്മു സുലൈം അബൂ തല്ലത്തുൽ അൻസാരി ചർച്ചയ്ക്ക് വരിക. കല്യാണം കഴിക്കാൻ അബൂ തല്ലത്തുൽ അൻസാരി ഒരുപാട് ആഗ്രഹിച്ച വനിത. അപ്പൊ എന്താ പറയുന്നത്? പ്രപ്പോസലാണ്. ആ വനിതയെ പ്രപ്പോസലാണ്, ഞാൻ കല്യാണം കഴിക്കും. അവര് പറഞ്ഞു പറ്റില്ല, പറ്റൂല. ചോദിച്ചു എന്താണ്? ഞാൻ നല്ലൊരു ധനാഢ്യനാണ്, മാത്രമല്ല അമ്പെയ്ത്തുകാരിൽ 50 പേരിൽ പ്രമുഖനാണ്, സൗന്ദര്യമുള്ള ആളാണ്, ധനാഢ്യനാണ്, തറവാടിത്തുള്ള ആളാണ്, എല്ലാമാണ്. എന്നേക്കാൾ കൂടുതൽ നിനക്ക് വെള്ളിയോ മഞ്ഞയോ, വെള്ളിയോ തരാം, സ്വർണമോ വെള്ളിയോ തരാൻ ആരെയും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ വനിത പറഞ്ഞില്ല, ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല, നിങ്ങൾ കല്യാണം കഴിക്കണ്ട, നിങ്ങളുടെ ഭാര്യയാകാൻ എനിക്ക് ഇഷ്ടമില്ല. അത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് പൈസ ഉള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് സൗന്ദര്യം ഉള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് തറവാടിത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് ആയോധന മുറേ അറിയൂ. അപ്പോഴും അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നി. ലോകത്തെ ഏത് സ്ത്രീയും കൊതിക്കുന്ന സൗന്ദര്യ, അത്രയും വലിയ ആർഭാട. എന്നിട്ടും ഈ വനിത പറയുന്നു ബുദ്ധിയില്ല, ബുദ്ധിയില്ല. ഈ പോയിന്റ് എവിടെ അവസാനിക്കാന്ന്? അവസാനിക്കുമ്പോൾ മാത്രം തിങ്ക് ചെയ്താൽ മതി. അപ്പൊ അതേ വിഷയം എന്താണ്? നിങ്ങൾ വിഡ്ഢിയാണ്, വിവരമില്ലാത്ത ആളാണ്, ചിന്തിക്കാത്ത ആളാണ്, വകതിരിവില്ല, വകതിരിവില്ല നിങ്ങൾക്ക്. അപ്പൊ ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ കാര്യം? ഞാൻ തന്നെ പറയണോ? ഞാൻ പറയാം. ഒരു മരം, ആ മരം മുറിച്ചെടുത്ത് അതിന്റെ പാതി അടുപ്പിലിട്ടു, എന്ത് സംഭവിക്കും? കത്തിപ്പോവും, വെണ്ണീരാവും. സമ്മതിച്ചോ? സമ്മതിച്ചു. ആ മരത്തിന്റെ പാതി, ഒരു മരം, ആ മരത്തിന്റെ പാതി അത് മുറിച്ച് അടുപ്പിലിട്ട കത്തിച്ചാമ്പലായി വെണ്ണീരാവും. അതേ മരത്തിന്റെ പാതി പൂജാമുറിയിൽ ദൈവമാകുന്നുണ്ടോ? അബൂ തല്ലത്തുൽ അൻസാരി പറഞ്ഞു ഉവ്വ്, അതെ. ആണോ? അത് അടുപ്പിലിട്ട കത്തി പോവോ? എന്നെ കത്തിക്കലടാന്ന് പറയാൻ ആ മരത്തിന് കഴിവുണ്ടോ? എന്നിട്ടാണോ അവിടെ പോയിട്ട് ഇങ്ങനെ പൂജിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ബുദ്ധി ഉറക്കട്ടെ. എങ്ങനെ? ബുദ്ധി ഉറക്കട്ടെ, അപ്പൊ കല്യാണം ആലോചിക്കാം. 1400 വർഷം മുമ്പ് ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുന്ന പെണ്ണിന് അയാൾക്ക് ബുദ്ധി ഉണ്ടോ അല്ലേ എന്ന് നോക്കാനുള്ള മാനദണ്ഡമായിരുന്നത്. ഇന്ന് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ അറിയോ? നെരുന്തിന്റെ മാതിരി ഒരു ചെക്കൻ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല, കഴിയിട്ടില്ല, അടിഭാഗവും കഴിയിട്ടില്ല, മേലഭാഗവും കഴിയിട്ടില്ല. ഞാൻ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ സുന്ദരി പെൺകുട്ടികളെ ആൺകുട്ടികളെ സെലക്ട് ചെയ്യും. എന്താ പറയാറോ? നീ കുളിക്കുവോ? നന്നെ എനിക്ക് വേണ്ട. ഈ പല്ല് വെക്കുവോ? ഓ, 2 പോയാൽ തെകുവോ? ഓ, എന്നാ അന്നെ പറ്റൂല. ജോ, ഞാൻ 10 കൊല്ലം ഈ പല്ല് വെച്ചിട്ട്. അന്റെ പാൻസോ 320 കീറല്. ആ മുടിയോ? മുടിയിലൊരു 25 ആക്കം നിൽക്കാം. പാടുക, അത് കിട്ടണം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുമ്പോ അതീവ സുന്ദരിയായ പെൺകുട്ടി കാണാം, അറപ്പും വെറുപ്പും തോന്നുന്നു. ജീത്ത് പല്ല് വെച്ചിട്ടില്ലാത്തവരുടെ കൂടെ ഇങ്ങനെ പോണ്. ആധുനിക പെൺകുട്ടികളുടെ അവസ്ഥ. സൽമാൻ ഫാരിസിക്ക് ചിരി വരുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കേണ്ടത് ചെക്ക അജീത്ത് നോക്കാൻ പോലാണോ എന്ന്. നമ്മൾ ഈ ലോകത്തെല്ലാണല്ലോ ജീവിക്കുന്നത്. ശരി, ഞാൻ പറയുന്നത് ഉമ്മു സുലൈം പറയുന്നതാണ് ബുദ്ധിയില്ല. അപ്പൊ എന്താ ഉണ്ടായത്? രാത്രിയായി അബൂ തല്ലത്തുൽ അൻസാരിക്ക് പിന്നെ ഉറക്ക് വരുമോ? പെണ്ണെന്നത് എന്തോ ആരുടെയും വീക്ക്നെസ്സാ. അത് കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? ബുദ്ധിയില്ല എന്ന് പറയുന്നത്. വല്ലാത്ത അസ്വസ്ഥത, ഉറങ്ങാൻ കഴിയുന്നില്ല.
പൂജാമുറിന്റെ അടുത്ത് പോയി നോക്കും. പൂജാമുറിയിലേക്ക് നോക്കിയിട്ട് ആ ബിംബെടുക്കും. ആ ബിംബം ഇങ്ങനെ എടുക്കും. അതിനെടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. നെഞ്ഞത്തൊക്കെ വെച്ചുകൊണ്ടൊന്ന് മുറ്റത്തേക്കാടിടും. പേടിച്ചിട്ടേ എഴുന്നേ മുറ്റത്തേക്ക് ഇങ്ങനെ. പിന്നെ എന്തോ അസ്വസ്ഥത കിടന്നു. പിന്നെ അതെടുക്കും, പൂജാമുറി കൊണ്ടുവെക്കും. പിന്നെ എടുക്കും, പൂജാമുറി കൊണ്ടുവെക്കും. ഉറപ്പ് വരുന്നില്ല. കാരണം എന്തെങ്കിലും കുറ്റക്കേട് പറ്റുമെന്നാ, ബിംബത്തിന്റെ കുറ്റക്കേട്. ഏറ്റവും ചുരുങ്ങി അവിടുന്ന് എടുക്കുമ്പോ എടുക്കല്ലടാ എന്ന് പറയാനുള്ള കരുത്തില്ല. നെൽസേ കിട്ടപ്പെടല്ലടാ, എന്റെ ദൈവമാടാ, ഞാൻ കൊണ്ടുപോയി ചെറുത്തടാ പൂജാമുറിയില് എന്ന് പറയാനുള്ള കഴിവ് പോലും ഇല്ല. അപ്പോ അവസാനം അതിനെ എടുത്തുകൊണ്ടുവന്ന് പുറത്തിട്ട് ശാത്ത് കലിമ ചൊല്ലി അള്ളാനെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞു അതാണ് മഹർ. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവും നമ്മുടെ സദസ്സിൽ, നമ്മുടെ മക്കളില് അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുമോ? നമുക്ക് കിട്ടുമോ? സത്യമായി ചിന്തിക്കും. അപ്പൊ ചിന്ത എന്ന് പറയുന്നത് വളരെ വിപുലതയുള്ള ഒരു കാര്യമാണ്. സൂറത്ത് മുൽക്ക് 30 ആയത്താണ്. ആയത്ത് ഓതിയിട്ട് വേണം കിടക്കാൻ. ആ ആയത്തിൽ വേണം തന്ന പറയുക എന്താണ്? ചിന്തയുടെ കാര്യം പറയാണ്. എന്താ നരകത്ത് പോയത്? അലം യേറ്റിക്കും നദീർ, എന്തേ നരകത്ത് പോയത്? കാലു ബല നദീർ, താക്കീതുകാരൊക്കെ വന്നിരുന്നു. താക്കീതുകാരൊക്കെ വന്നൊരു പക്കത്തവരെ ഞങ്ങൾ കളവാക്കി. വക്കുല്ല, ഞങ്ങൾ പറഞ്ഞു മാനത്തലല്ല, അന്ന് തീർക്കിയിട്ടില്ല, നിങ്ങൾ കള്ളം പറയാണ്. വക്കാലു ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫി അസ്ഹാബി സഗീർ, ഞങ്ങള് കേട്ടിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. അപ്പൊ ചിന്തിക്കാത്തതിന്റെ പേരിൽ നരകത്ത് പോകും. അതുകൊണ്ട് ഈ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവ ചിന്തയിൽ ചിന്ത എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. അതെല്ലാവരും ഉണ്ടാക്കുക. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് സമയമില്ല. ഇനി അടുത്തത് ജീവിതത്തിന്റെ ഏതൊക്കെ രംഗത്ത് മാറ്റം. ഉദാഹരണം, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബിയുടെ ആപ്പയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സദസ്സ് എഴുന്നേറ്റു. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കാണ്, പലിശ ഹറാമാക്കിയോ? അല്ലാഹ് ഹറാമാക്കിയോ? മോനെ നബിയെ, ചോദ്യം. അല്ലാഹ് ഹറാമാക്കി. അപ്പൊ എനിക്ക് പലിശ ഇട്ടാണ്ടല്ലോ, ലക്ഷക്കണക്കിന് പലിശ ഇട്ടാണ്ടല്ലോ, അതിന് വാങ്ങാൻ പറ്റൂല കാപ്പ. അപ്പൊ എന്റെ മുതലോ? എന്റെ മുതല് അത് വാങ്ങിക്കോളേ, മുതലോ വാങ്ങിക്കോളൂ, പലിശയോ വാങ്ങാൻ പറ്റില്ല. 2-ാം അധ്യായം 278 വചനം. 278 പലിശ ഹറാമാണ്. അപ്പൊ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവിടെ ഇരുന്നു. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് പലിശ വേണ്ട. പലിശന്റെ മരാണ്. ഇന്നത്തെ ചില പലിശന്റെ മരങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് അവരെ ബേജാറാക്കില്ല. പെരുമ്പാവൂരൊക്കെ നല്ലോണം സൂക്ഷിച്ചോളി. ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആരായിരുന്നു? അദ്ദേഹത്തിന് ഉണ്ടാക്കിയ മാറ്റം അറിയണമെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്ന് ആദ്യം അറിയണം. പിന്നെ അദ്ദേഹം ആരായി, അപ്പോഴാണല്ലോ ആ വിഷയം പൂർത്തിയാവുക. ഈ നബിയുടെ പുതുമുതലിൽ സ്വർണ്ണ നാണയങ്ങൾ കൂടിക്കെടുക്കാം, മല പോലെ സ്വർണ്ണ നാണയം. ആർത്തി മൂത്ത് ദ്വരമൂത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അല്ല അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ അടുത്ത് വന്നു. അന്ന് ഇസ്ലാം ആയിട്ടില്ല. നബിയുടെ അടുത്ത് വന്നു, ചോദിച്ചു, ഞാന് കുറച്ചെടുത്തോട്ടെ, ഈ സ്വർണ്ണ നാണയങ്ങള് ഞാൻ എടുത്തോട്ടെ? അപ്പൊ റസൂലുള്ള പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് ആകുന്നത് എടുത്തോളൂ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ശ്രദ്ധേയമായ പദം, നിങ്ങൾക്ക് ആകുന്നത് എടുത്തോളി. വധേരു തുണിസഞ്ചി കൊണ്ടെന്ന് എല്ലാവരും അത്ര വാരിയിട്ടു. സ്വർണ്ണ നാണയാണല്ലോ, പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങണില്ല. എടാ ഒന്ന് പിടിച്ചു താടാനുള്ള നിനക്ക് നബിയുടെ നേരെ നോക്കുകയാണ്. എളാപ്പേന്ന് അവന് നീ പറഞ്ഞു, നിങ്ങൾക്ക് ആകുന്നതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കുറെ കഴിഞ്ഞിട്ടൊരു മാന്തിയിടും, പിന്നെയും പൊക്കി നോക്കും, പൊങ്ങണില്ല. വീണ്ടും നബിയുടെ നേരെ നോക്കും, അത് പലതവണ ആവർത്തിച്ചു. അങ്ങനെ മാന്തി മാന്തി അവസാനം ആ സഞ്ചിയുടെ ചാക്കിന്റെ അതിങ്ങനെ ഷോൾഡർ തൂക്കിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് നടക്കുക. എങ്ങനെ? കാരണം ഉയരാൻ പറ്റില്ല, അത്രേ ഇതുണ്ട്. അങ്ങനെ നടന്നുപോയി. അത് നോക്കി നിന്ന ആളാ റസൂൽ. ആർത്തിയാണ് അവനോട്. ആ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ചോദ്യം, മോനെ അല്ലാഹ് പലിശ ഹറാമാക്കിയോ? അതേ പലിശ ഹറാമാക്കി, എനിക്ക് വേണ്ട.
ഇതാണ് മാറ്റം. ശരി, ഇതേ ഖുർആൻ എത്ര റമളാനിൽ ഓതിക്കെട്ട് ഈ ഭാഗം സൂറത്ത് ബഖറ എല്ലാ പള്ളിയിലും കഴിഞ്ഞു. എന്നിട്ട് പലിശ വാങ്ങൽ കൊടുക്കൽ നിർത്തിയോ? അപ്പൊ എന്താ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഈമാനിലേക്ക് നമ്മൾ വളരാത്ത എന്തൊരു കുഴപ്പമുണ്ട് അല്ലേ? ആ കുഴപ്പം ട്രീറ്റ് ചെയ്യാനാണ് ഈ ക്ലാസ്. മദീനത്ത് പോയവരൊക്കെ ഒന്ന് കൈവന്തിക്കുക. മദീനത്ത് പോയവര് മാഷാ അല്ലാഹ് പൊന്തട്ടെ, അങ്ങനെ പൊന്തട്ടെ. ശരി, നല്ല കാര്യം പറയുമെങ്കിൽ ഒന്ന് പൊന്തിച്ചോട്ടെ. അല്ലെങ്കിൽ തന്നെ കൈയൊന്നും ആരും പൊന്തിക്കലൊന്നുമില്ല, കൈകൊണ്ട് എടുക്കേണ്ട പണിയൊന്നുമില്ല. അപ്പൊ ഇടക്കൊന്നും കൈ പൊന്തിച്ചോളെ. ഈ മദീനത്തെ അറിവിന് വേണ്ടി പറയണം. ബാബു ജിബ്രീൽ, അത് നബി അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ആ കോർണർ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന കിലോമീറ്റർ അകലെയുള്ള മാർബണൈറ്റും മാർബിളൊക്കെ പതിച്ച വെള്ള സ്ഥലം ഉണ്ടല്ലോ, അതൊരു തോട്ടായിരുന്നു. അത് വിശാലമായ ഈത്തപ്പനത്തോട്ടായിരുന്നു. മുന്തിരി ഉണ്ടായിരുന്നു, ഈത്തപ്പന ഉണ്ടായിരുന്നു, ഇടയിലൂടെ അരുവികൾ ഒഴുകിയിരുന്നു. കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ദിർഹം ഉണ്ടാക്കിയ ദീനാർ ഉണ്ടാക്കിയ സ്ഥലം അത്. ആരുടേതാണ്? അബൂ തൽഹ അൻസാരി എന്ന സഹാബിയുടേതാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്ത് ഇറങ്ങി സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 92-ാമത്തെ വചനം. ഈ ആയത്ത് ഇറങ്ങി. അപ്പൊ ഫർള് മദീനത്തെ പള്ളിയിൽ നിന്ന്, ഫർള് സുന്നത്ത് തോട്ടത്തില്. അബൂ തൽഹ അൻസാരി ഫർള് സ്കരിച്ചിട്ട് തോട്ടത്തിൽ വന്നിട്ട് സുന്നത്ത് സ്കരിക്കും. നമുക്കും അതൊക്കെ ഒരു പതിവ് വേണം. സുന്നത്ത് വീട്ടില് അല്ലെങ്കിൽ ഓഫീസില്. ഒരാൾക്ക് നല്ല ഓഫീസ് ഉണ്ട്, സെറ്റപ്പ് ഉള്ള ഒരു ഓഫീസ്, അവിടെ മുസല്ലയൊക്കെ ഉണ്ട്. എങ്കിൽ ഫർള് സ്കരിച്ചിട്ട് പോരുക. ബാങ്ക് കേട്ട സുന്നത്ത് അവിടെ നിസ്കരിച്ചിട്ട് പോകുക. കാരണം അയാളുടെ തട്ടകാത്. അബൂ തൽഹ അൻസാരി തോട്ടത്ത് പോയിട്ട് സുന്നത്ത്. അപ്പൊ കിളികള് ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ഇങ്ങനെ പാറി ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക്. അത് കേട്ടപ്പോ ദുനിയാവിനോടുള്ളൊരു മഹബത്ത് അബൂ തൽഹ അൻസാരി. അപ്പൊ അദ്ദേഹം ഉറച്ചു തീരുമാനിച്ചു, ഇനി ബൗറാൾ തോട്ടം വേണ്ട. അദ്ദേഹത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, അദ്ദേഹത്തിന്റെ എല്ലാമാണ്. അതുകൊണ്ട് നബിയെ ബൈറാൾ തോട്ടം ഞാൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വഖഫ് സ്വത്ത് അങ്ങനെ ഉണ്ടായത്. ഈ കെട്ടിടം പൂർത്തിയാകാൻ ഞാൻ എന്റെ 2 വീടിൽ ഒരു വീട് വിൽക്കുന്നു എന്ന് പറഞ്ഞു നോക്ക്. ഞാൻ എന്റെ 10 സ്ഥലത്തുള്ള സ്ഥലത്തിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ വിറ്റ് ആ കേസ് കൊണ്ട് ഞാൻ ഈ ബിൽഡിംഗ് ഉണ്ടാക്കും എന്ന് മനസ്സ് തീരുമാനിച്ചു. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചനം വേണം. ഇതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകില്ല. ലോകത്ത് ഒരാളും ഈ സമ്പാദ്യം കൊണ്ടുപോയിട്ടില്ല. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അദ്ദേഹം 33-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. നെപ്പോളിയൻ ബൊണപ്പാർട്ട്, അലക്സാണ്ടർ ദി ഗ്രേറ്റ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഡോക്ടർമാരെ കൊണ്ടുവരികയാണ്, ട്രീറ്റ് ചെയ്യാണ്. അമ്മക്കൊരു കത്തയച്ചു, 24 മണിക്കൂറുകളിൽ വരാൻ പറ്റുന്ന ഒരു നാട്ടിൽ നിന്ന് അമ്മ എന്നെ കാണാൻ തരണം, ഞാനിതാ മരണവക്രത്തിലാണ്. അമ്മ പുറപ്പെട്ടു. 8 മണിക്കൂറാകുമ്പോഴേക്ക് അദ്ദേഹം മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടർമാരെ വിളിപ്പിച്ചത് എന്തിനാണ് എന്നറിയുമോ? എത്ര വൈദഗ്ധ്യമുള്ളവരാണെങ്കിലും മരണത്തിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ. രണ്ടാമത്തേത്, ശാമഞ്ചത്തിൽ നിന്ന് എന്റെ 2 കൈകളും പുറത്തേക്ക് എടുത്തിടണം. എന്റെ 2 കൈ മാത്രം പുറത്തേക്ക് എടുത്തിടണം. അതെന്തിനെന്നറിയോ? ലോകത്തിന്റെ അതിർവരമ്പുകൾ വെട്ടിപ്പിടിച്ച വലിയൊരു ചക്രവർത്തിയായ ഞാൻ ഒരു തുണ്ട് ഭൂമി കൊണ്ടുപോകുന്നില്ലെന്നും ഒരു സ്വർണ്ണനാണയം കൈകളില്ലെന്നും ഈ ദുനിയാവിലെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലെന്നും ലോകമറിയണം. 3, എന്റെ വഴിത്താരകളിൽ വെള്ളി നാണയവും സ്വർണ്ണ നാണയവും വിതരണം. എന്തിനാണ്? ഈ സമ്പാദ്യങ്ങളൊന്നും ഒരു മനുഷ്യന് ആത്യന്തികമായി ഉപകരിക്കില്ല എന്ന് ലോകമറിയണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഖുർആൻ ഉണ്ടാക്കിയ പരിവർത്തനം നമ്മളിൽ ഉണ്ടാകണം. ഈ ബിൽഡിംഗ് പൊന്തണം, ഇവിടെ ബാങ്കുകൾ മുഴങ്ങണം, ഇവിടെ നല്ലൊരു പ്രതീകം ഉണ്ടാകണം.
ഈ നാടുവരണം. കഞ്ചാവും മയക്കുമരുന്നുമില്ലാത്ത, സിന്തറ്റികളില്ലാത്ത വീടകങ്ങൾ ഉണ്ടാകണം. ഉമ്മാനെ കൊല്ലാത്ത, ഉപ്പാനെ കൊല്ലാത്ത, എടാപ്പയെ കൊല്ലാത്ത, മൂസാപ്പയെ കൊല്ലാത്ത, നിഷ്കളങ്കയായ കാമുകിയെ കൊല്ലാത്ത നല്ല മനുഷ്യന്മാരുണ്ടാകണം നമ്മുടെ നാട്ടിൽ. അതിന് ലേറ്റോസാണിത്. ഇത് ഉയരണം നിങ്ങളുടെ മനസ്സിലൂടെ. ലോകത്ത് എവിടെയും പിരിക്കാതെ സ്ത്രീകളുടെ കയ്യിലെ 2 പവൻ മോതിരമായാലും വളയായാലും ചെയിനായാലും അത് ഊരി പക്കത്തിലിട്ടുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിച്ചോളൂ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയാൻ മാത്രം നമുക്ക് മാറ്റമുണ്ടായാലേ ഞാൻ ഈ കണ്ടക്ഷോഭം ചെയ്യുന്നത് കൊണ്ട് കാര്യമാണ്. മുമ്പ് ഇതുപോലെ നമ്മൾ ഇരുന്നിരുന്നു, കുറച്ചു മുമ്പ്, തൊട്ടു മുമ്പ്. അന്ന് നമ്മുടെ ഈ കെട്ടിടവും അതിന്റെ വിവരണമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നിന്നൊന്നും ഒരാളും പുറകോട്ട് പോകരുത്. കൊടുത്തുകൊണ്ടേയിരിക്കുക പൂർത്തിയാകുന്നത് വരെ. എത്ര കിട്ടിയാലും 100 റുപ്യ കൊണ്ടേ കൊടുക്കുക. 10 ഏക്കർ സിമെന്റ് വാങ്ങിക്കൊടുക്കുക, 100 കിലോ കമ്പി വാങ്ങിക്കൊടുക്കുക, 25 പണിക്കാരുടെ കൂലി ഞാൻ തരുന്നു പറയാ. എന്തെല്ലാം ചെയ്യാം? ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അതിൽ അംഗങ്ങളാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് അടുത്ത മാസത്തിന്റെ കഥ പറയാം. താബികളിൽ പ്രഗൽഭനായ പണ്ഡിതൻ ഫുദൈൽ ഇബ്നു ഇയാദ് കൊള്ളക്കാരനായിരുന്നു, വഴിപോക്കരെ പിടിച്ചു പറിച്ച ആളായിരുന്നു, പ്രേമിച്ചിരുന്നു, വ്യഭിചരിച്ചിരുന്നു കാമുകിയുടെ കൂടെ. അങ്ങനെ അളമാദിച്ച് ജീവിക്കുന്നു. അറബിയാണ്, പച്ച അറബിയാണ്. അപ്പൊ കാമുകിയെ കാണാൻ വേണ്ടി പോകാൻ ഫുദൈൽ ഇബ്നു ഇയാദ്. ഒരു മതില്, കാമുകിയുടെ വീട്ടിലേക്കുള്ള മതില് ചാടി കിടക്കാണ്. ഒരു കാലപ്പുറത്തും ഒരു കാലപ്പുറത്തുമാണ്. അപ്പോഴാണ് ആ മതിലിനെ തൊട്ട് ചാരിയുള്ള വീട്ടിൽ നിന്ന് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്. അലം യഅലമു അൻ തഖ്ശാഅ വമാ നസല മിനൽ ഹഖി വലാ യകുനു കല്ലദീന ഉതുൽ കിതാബ മിൻ ഖബലി ഫതാല അലൈഹിം ഫകസബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ എന്ന ആയത്ത് ഈ കൊള്ളക്കാരന്റെ കാവൽ കേൾക്കുന്നു. ഈ കൊള്ളക്കാരന്റെ കർമ്മങ്ങളിൽ അലിവുണ്ടാകുന്നു. കാവ്യയുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു. ഹൃദയം വികാരമാകുന്നു. ആ വാചകത്തിന്റെ അർത്ഥം കേൾക്കുന്നു. അലമിനോ അന്തരില്ല. അല്ല സഹോദരി, അല്ല സഹോദര, സമയമായില്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? അള്ളാഹനെ പേടിക്കാൻ സമയമായില്ലേ? അള്ളാഹുവിലേക്ക് കേൾപ്പിച്ചു മടങ്ങാൻ സമയമായില്ലേ? അള്ളാഹുവിനെ വേദത്തിലേക്ക് മടങ്ങാനും സമയമായില്ലേ? അതുപോലെ അതിലെ കിതാബുകാരായ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ? വേദക്കാരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരിലധിക പേരും ഫാസിഖുകളായി. നിങ്ങൾക്ക് എന്തു പറ്റി? ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. ഈ മതില് ഒരു കാലപ്പുറത്താണ്, ഒരു കാലപ്പുറത്താണ്. കാലിപ്പുറത്ത് എടുത്തിട്ടു, കാലും കൊണ്ട് എടുത്തിട്ടു. കണ്ണീർ ഒഴുകുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് കണ്ണീരൊഴുക്കാൻ 57-ാം അധ്യായം 16 സൂറത്ത് ഹദീദ് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഖുത്ബയിൽ കേട്ടിട്ടുണ്ട്, പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനും നിങ്ങളും നന്നായോ? പ്രേമം അവസാനിച്ചോ? അഭീതമെന്ന് അവസാനിച്ചോ? ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയോ? ഫുദൈൽ ഇബ്നു ഇയാദ് പിന്നീട് ജീവിതത്തിലെത്തിയും ആ കാമുകിയെ മെസ്സേജ് അയച്ചില്ല, ആ കാമുകിയെ കാണാൻ ശ്രമിച്ചില്ല, അതിന്റെ സാധ്യതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, ആ ഭാഗത്തേക്ക് വരെ പോയില്ല. മരിക്കുന്നവരെ ഫുദൈൽ ഇബ്നു ഇയാദ് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നായി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കത് മാറ്റമുണ്ടാക്കി? പറയുന്നതിലേക്കുണ്ടാക്കിയോ? കേൾക്കുന്ന നിങ്ങൾക്കുണ്ടായോ? പിന്നെ എന്തിനും ജീവിക്കുന്നു? നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ?
നിങ്ങൾ എന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? സൂറത്ത് മുഹമ്മദ് 40-ാം അധ്യായം 24-ാമത്തെ വചനം. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു. ചുറ്റും ഏകാദിയാണ് ഞാൻ, കൂട്ടുമെൻ തോഴലില്ലായികയാൽ എന്നിത് പറന്നുപോയോ. ഒറ്റക്കാണ് ഒരു പെണ്ണ്, വീട്ടിൽ ഒറ്റക്കാണ്, ഹസ്ബൻഡ് പട്ടാളത്തിലാണ്, ആ സ്ത്രീ ഭാര്യയാണ്. പഠിച്ചോനെ ഞാൻ ഒറ്റക്ക. ആഗ്രഹമുണ്ട്, കാമചിന്തയുണ്ട്, ബോധചിന്തയുണ്ട്. നാഥാ, എന്റെ ഭർത്താവില്ല, എനിക്ക് വിളിക്കാം മറ്റൊരു പുരുഷനെ, ഞാൻ വിളിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ നിന്നെ പേടിക്കുന്നു. അദൃശ്യമായ രൂപത്തിൽ ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ എല്ലാം കാണുന്നു എന്ന ബോധത്തോടെ. 60-ാം അധ്യായം 23-ാമത്തെ വചനം. അങ്ങനെയുള്ളവരാണോ നമ്മൾ? നോമ്പിന് പോലും കാമുകന്റെ കൂടെ പോയി ജ്യൂസ് കുടിക്കുന്ന കുട്ടികളെ കാണാം, മുസ്ലിം പെൺകുട്ടികളെ. നോമ്പ് നോക്കി ചുണ്ടിൽ ചായം തേക്കുന്ന പെൺകുട്ടികളെ കാണാം. ഒരാളുടെ മുമ്പിലാണ് ചെന്ന് നിൽക്കുക. അതാ പെരുമ്പാവൂരിലെ ബിസിനസ്സിൽ തിരക്കിലാണ്. അബ്ദുൽ ഖാദർ സാഹിബ് 23:1-2 പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. ബാങ്ക് കൊടുത്തിട്ടല്ലോ ആചാരെ. ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ. ഉതെടുക്കണം, സുന്നത്ത് നിസ്കരിക്കണം, ദിക്ർ വയ്ക്കണം, ഇഖാമത്തിന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ പഠിച്ചവരോട് ദുആ ചെയ്യണം. കടയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതിനെപ്പറ്റി അള്ള പറയുന്നത് എന്തറിയോ? എന്തുകൊണ്ടാ സാമ്രാജ്യം എങ്ങനെ ഇറങ്ങിയത്? നമ്മുടെ മക്കൾ ഷട്ടിൽ കളിക്കുക, ഫുട്ബോൾ കളിക്കുക. അള്ള പറയാൻ അവിടെ കുറച്ച് ആളുകളുണ്ട് ആ പള്ളിയിൽ. എന്നൊരു പ്രത്യേകത, അവരെ കച്ചവടമാകട്ടെ, തിജാറത്താകട്ടെ, വിനോദമാകട്ടെ അവർക്ക് തടസ്സമല്ല. പള്ളിയിൽ വരാൻ അവർക്ക് തടസ്സമല്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കെടുക്കും, കളി നിർത്തി. ജീവിതം കാര്യമാണ്, കളിയല്ല. അതുകൊണ്ട് കളി സ്റ്റോപ്പ് ചെയ്തു, കാര്യത്തിലേക്ക് വന്നു. അതിനെപ്പറ്റി അള്ള എന്താ പറയുന്നറിയോ? അവർ ഭയപ്പെടുന്നു ഒരു ദിവസത്തെ. പെരുമ്പാവൂരെ കടയടച്ച് എല്ലാവരും തിരക്കില്ല. അപ്പൊ ആളുകളോടൊക്കെ പറഞ്ഞു, ഇടന്നോളിട്ടോ, ഞാൻ ഇപ്പൊ വരും. ബഹുമാനമായിരുന്നു നാട്ടുകാർക്ക്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ബഹുമാനമായിരുന്നു മൊഹിദ്ദീൻ ഹാജിനോട്. കാരണം അള്ളാഹിനെ വിട്ടൊരു കളിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബർക്കത്തുണ്ടായിരുന്നു, നമുക്കിതൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ അള്ളാഹിനെ പേടിച്ചില്ല. നമ്മൾ അപ്പോ ആ മാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം. അബൂദുജാന സുബൈസ്കരിച്ച് പെട്ടെന്ന് പോകും, സലാം കിട്ടിയ ഉടനെ പോകും, പലതവണ പോകും. അപ്പൊ ആളുകൾ പിടിച്ചു വെച്ചു, സഹാബത്ത് പിടിച്ചു വെച്ചു അബൂദുജാനെ. എന്താ പോണതേന്ന് ചോദിച്ചു. എന്താ പോണതേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അയൽപ്പക്കത്തെ വീട്ടിൽ ഒരു ഈത്തപ്പനുണ്ട്, അതിന് ആ ഈത്തപ്പന് നിറയെ ഈത്തപ്പഴമുണ്ട്. ശരി, എന്തിന്? പക്ഷെ ആ ഈത്തപ്പഴം വീഴുന്നത് എന്റെ മുറ്റത്താണ്. എന്റെ മക്കളെ നിരത്ത് തിന്നും, അത് ഹറാമാണ്. എന്റെ കുഞ്ഞുകുട്ടികൾ ഹറാമ് തിന്ന് വളരരുത്. ഈ ബോധ്യം, ഈ മാറ്റം, ജീവിതത്തിലുടനീളമുള്ള മാറ്റം, അറിവ് ജനതയിലെ മാറ്റം, വൈയക്തികളും വൈദേശികരും കുടുംബരംഗം, രാഷ്ട്രീയം, രാഷ്ട്രാന്തരീയം, എല്ലാ മേഖലയിലും മാറ്റം. എല്ലാ മേഖലയിലും മാറ്റം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ജീവിതം എന്നത് പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഒന്നാണ്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. ഖിയാമത്ത് നാളിലാണ് പൂർണ്ണ പ്രതിഫലം. ഖിയാമത്ത് നാളിലാണ്.
ആരെന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമോ അതാണ് വിജയം. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരാതി പറയുന്നുണ്ട്. ആ പരാതി നമ്മളെ കുറിച്ചാണ്, ക്രിസ്ത്യാനികളെ കുറിച്ചല്ല, ജൂതന്മാരെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചാണ്. വഖാല റസൂൽ യാ റബ്ബി, എന്റെ റബ്ബേ, യാ റബ്ബി ഇന്നകും ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ സമുദായം ഖുർആനെ തള്ളിക്കളഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മൾ പെടരുത് സഹോദരങ്ങളെ. വമൻ നാദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക, ഖുർആൻ പഠിക്കാതെ മാറി നിന്നാൽ ദുനിയാവിൽ ഇടുങ്ങിയ ജീവിതമാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി ആമ, അന്ധനായിട്ട്. അപ്പോ ചോദിക്കും, പഠിച്ചവനെ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിന്, പിന്നെ എന്തേ അന്ധനായിരുന്നു? എന്റെ ഖുർആൻ നീ പഠിച്ചില്ല, കേട്ടല്ല വെച്ചുപിടിച്ച് നീ പോയില്ല, ഖുർആൻ ലേണിംഗ് സെന്റർ ഉണ്ടായി നീ പോയില്ല. അതുകൊണ്ട് ഇന്ന് നരകത്തിലേക്ക് പോ. 20-ാം അധ്യായം 124-126 വരെയുള്ള വചനം.